ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹസ്ബൻഡും മോനും വന്നോ മഞ്ജു? ഓ വന്നിണ്ട്. സിനിമ ഉടനെ എങ്ങനെ ഉണ്ടാവോ? ഓ ആർക്കറിയാം എന്റെ മാഷെ. എന്തായാലും മഞ്ജുവിനെ സമ്മതിക്കണം. സിനിമ എന്ന് പറഞ്ഞിങ്ങനെ ഊരുറ്റി നടക്കുന്ന ആളെ സഹിക്കുന്നുണ്ടല്ലോ. അതിനൊക്കെ എന്റെ ആണ്. 5 മണിക്ക് ബാങ്ക് അടച്ച 5:30 വീട്ടിലെത്തും. അല്ലെങ്കിലേ മാനേജർ വിവരം അറിയും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ബിന്ദു ടീച്ചർ ഒന്ന് വൈകിയ. രഘുവേട്ടൻ വന്നിട്ടുണ്ടേ. മലേഷ്യയിൽ എന്തോ പുതിയ ബിസിനസ് തുടങ്ങാൻ പോണു അത്രേ. ഗൾഫിലും സിംഗപ്പൂരും കൂടാതെ പിന്നെ മലേഷ്യയിലും ബിസിനസ് തുടങ്ങണം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വല്ല ലേബർ വിസയും കൊണ്ടുവന്നിട്ടുണ്ടാ? നമ്മുടെ ഒറ്റപ്പാലം ഉണ്ണിക്ക് പറ്റിയ വല്ല വിസ ഉണ്ടാവും. ടീച്ചറെ, ബിന്ദു ടീച്ചർ ഒന്ന് മുറുക്കി പിടിച്ചേക്ക്. കൊള്ളാവുന്ന വിസ വല്ലം വരികയാണെങ്കിൽ ഗൾഫിലേക്ക് കയറ്റി വിടാലോ. ഉണ്ണേട്ടൻ നാട് വിട്ടു പോവില്ല. ബെസ്റ്റ്. ഉണ്ണി ഗൾഫിൽ പോയിട്ട് എന്തിനാ? അവിടെ ഈ നാടകവും സിനിമയൊന്നും ഇല്ലല്ലോ. ഉണ്ണിയേട്ടൻ എന്താ ആലോചിച്ച് കിടക്കുന്നത്? ഇപ്പൊ എഴുതി വെച്ചിരിക്കുന്ന സ്ക്രിപ്റ്റ് പക്കയാണ്, ഒരു മാറ്റവും വരുത്തണ്ട. മാറ്റം വരുത്താനല്ലടാ, പടത്തിന്റെ വേരിയന്റ് എല്ലാം കഴിഞ്ഞിട്ട് ക്ലിങ് കണ്ണ് കിടക്കുന്ന ഒരു കൊച്ചലം. പൂമുഖപ്പടിയിൽ വന്നതാരോ കാത്തു കാത്തു നിന്നൊരു പൊൻകുരിശ്. ഇതൊക്കെ 100 പടത്തിൽ എഴുതി കാണിച്ചിട്ടുള്ളതല്ലേ? ഇതെന്റെ അല്ല, തുടക്കം. ഉണ്ണിയേട്ടന്റെ സ്വപ്നം പൂവണിയാൻ പോകുന്നു. പുറത്ത് പ്രൊഡ്യൂസർ വർമാജി കാത്തു നിൽക്കുന്നു. പ്രൊഡ്യൂസർ വന്നേ, ഇന്ന് ഈ കഥ പറഞ്ഞു വീഴ്ത്തും. വേണ്ട വേണ്ട വേണ്ട, ഉണ്ണിയേട്ടൻ പോയിട്ട് അഡ്വാൻസ് വാങ്ങിച്ചവരല്ലേ, നമ്മൾ പോണം. ഓൾ ദി ബെസ്റ്റ്. ഉണ്ണി ഒരു മിനിറ്റ്. ഉണ്ണി, നീ എന്നെ ഒന്ന് സഹായിക്കണം. പത്രിപ്പാലയിൽ എന്റെ ഷൂട്ടിംഗ് നടക്കുക. 2 ദിവസത്തെ വർക്ക് കൂടി ബാക്കിയുണ്ട്. ഈ പിടുത്തത്തിന് തീർന്നില്ലെങ്കിൽ അതോടെ കിടക്കും. കിടന്നാലത്തെ കാര്യം ഉണ്ണിക്ക് അറിയാലോ. അല്ല, എന്താ സാർ ഉദ്ദേശിക്കുന്നത്? ഒരു 2 ലക്ഷം ഇല്ലെങ്കിൽ ഷൂട്ടിംഗ് അവിടെ നിൽക്കും. നീ എങ്ങനെയെങ്കിലും ഇത് അറേഞ്ച് ചെയ്ത് തരണം. അയ്യോ സാർ, ഞാൻ ഉണ്ണി, ഒറ്റപ്പാലത്ത് ഷൂട്ടിംഗ് വെച്ച് തന്നെ നീയൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിലാ. ഇത് കഴിഞ്ഞാ പിന്നെ നിന്റെ പടം നമ്മൾ ചെയ്തു. അതല്ല, ഞാനിപ്പോ ഉണ്ണി, ഇത് അടവാ, കാശ് കിട്ടാൻ അടവാ. അതെ അതെ, കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പടം ഉണ്ടാവില്ല, ഒരു കുന്തം ഉണ്ടാവില്ല. ഇല്ലായിരിക്കാം. നല്ലൊരു പടത്തിന്റെ ഷൂട്ടിംഗ് മുടങ്ങാന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് പ്രമാണിച്ച നല്ല ആളാ. വിശ്വാസം അതല്ലേ എല്ലാം. ബ്രിട്ടീഷ് അസംബ്ലിയിലേക്ക് ബോംബെറിഞ്ഞ ഭഗത് സിംഗും കൂട്ടരും രക്ഷപ്പെടാൻ ശ്രമിക്കാതെ ലഘുലേഖ വിതരണം ചെയ്ത് സ്വയം അറസ്റ്റ് വരിക്കുകയായിരുന്നു. അങ്ങനെ എന്താ സൈലൻസ്? എന്താ ഇത്ര ചിരിക്കാൻ? എന്താ? അല്ല, അത് എന്റെ കൂടെ വർമാജി വന്നിട്ടുണ്ട്. നമ്മുടെ വർമാജി. നമ്മുടെ വർമാജി? അയ്യോ, ഇടിവെട്ടേറ്റവിടെ പാമ്പ് അടിച്ചു. എപ്പോ? കളികളം സിനിമയുടെ പേരാണ് മഞ്ജു. റബ്ബർ എസ്റ്റേറ്റ്, ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് കേട്ടിട്ടില്ലേ? വലിയ പ്രൊഡ്യൂസറാണ്. അതിനിപ്പോ ഞാൻ എന്താ വേണ്ടേ? ഡ്രൈവേഴ്സൊക്കെ ഞാൻ പറഞ്ഞു നിൽക്കും. പിന്നെ 1 ലക്ഷം രൂപ നമ്മുടെ വേണു സാർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 25,000 രൂപ കിഷോർ, 50,000 രൂപ നമ്മൾ പലിശക്ക് എടുക്കുന്നു. അതെ മോളെ, തലയിൽ. പിന്നെ ഒരു 25,000 രൂപയുടെ ഷോർട്ടേജ് ഉണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്ത് തരണം. ഒറ്റാഴ്ച കൂടെ തിരിച്ചു കൊടുക്കാം. ഉണ്ണിയേട്ടാ, എനിക്ക് നല്ല കലി വരുന്നുണ്ട് കേട്ടോ. ഒരു പടം മുടങ്ങിയാളുടെ ബുദ്ധിമുട്ട് മഞ്ജുവിന് മനസ്സിലാവൂല. പ്രൊഡ്യൂസർ മാത്രമല്ല, ടെക്നീഷ്യൻസ്, ആർട്ടിസ്റ്റുകൾ എല്ലാവരുടെയും പ്രശ്നം. ഒരുപാട് കുടുംബങ്ങളെ ബാധിക്കും. പൈസ കൃത്യമായിട്ട് തിരിച്ചു തരും. ഞാൻ ഉറപ്പ് തിരിച്ചു തരും. കാറ്റു വീശുന്നു, മരങ്ങൾ ഒടിയുന്നു, ഒടിയാത്ത വാഴതൻ കുലയിലോ പാളയങ്കോടൻ പഴം. പഴമുരിയുന്നു, പുട്ടുകുഴച്ചിട്ട് കഴിക്കുന്ന കുട്ടിതൻ മുഖത്ത് സന്തോഷത്തിൻ സംസ്ഥാന സമ്മേളനം. സമ്മേളനം? എടാ, നീ കാരച്ചാരിന്ന് പാടേണ്ടവനല്ലേ? വല്ല ടിവിയിലോ റേഡിയോയിലോ പാടേണ്ടവനാ? അത്രയ്ക്ക് ഗംഭീരമാണ്. അപ്പൊ ഓപ്പിയല്ലോ. ഇഷ്ടണ്ടായിട്ടൊന്നുമല്ല, ആൾക്കാരെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന സ്ഥിതിക്ക് അവരുടെ മുമ്പിച്ച് മോശാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. അതാ 5000 രൂപയുണ്ട്, മനോജ് മാഷ എന്നാ. ഇത് കൊണ്ടേ വിൽക്കേ പണയം വിൽക്കേ എന്താ ചെയ്തോ.
പ്രകാശേട്ടാ ആ കിട്ടിയാ ദാ, ഗിരീഷേ ഇതൊക്കെയുണ്ട് പടത്തിന്റെ കാര്യമൊക്കെ എന്താ ഉണ്ണിയേട്ടാ? പണത്തിന്റെ കാര്യമൊക്കെ അങ്ങനെ നടക്കുന്നു. പിന്നെ ഗിരീഷേ ഒരു 10,000 രൂപ എഴുതിയിട്ടുണ്ട്. തൽക്കാലം അത് വെച്ചിട്ട് അങ്ങോട്ട് മാനേജ് ചെയ്യാം. ശരി. ഓക്കെ. പിന്നെ നമ്മുടെ പ്രകാശനം ഗ്രൂപ്പൊക്കെ അവിടെ പോയി. ഞങ്ങൾ ഇവിടെ ഉണ്ട് ഉണ്ണിയേട്ടാ. ആ കൃഷ്ണടാ, കൃഷ്ണ ഉണ്ടായിരുന്നു ഞാനായിട്ട്. ഉണ്ണിയേറ്റാ മതി. ഉണ്ണിയെ നമുക്ക് നമ്പിക്കയാണ്. എന്താ വർമാജി നമുക്ക് വിശ്വാസമേ ഇല്ലേ? എടാ ആവശ്യമില്ലാത്ത കാര്യം കയറി ഏറ്റാ അയാൾ ഇതൊക്കെ കൊടുക്കൂ. ഉണ്ണി ആ ഞങ്ങൾ ഉണ്ണിയെ കാണാനിരിക്കായിരുന്നു. നമ്മുടെ ഡ്രൈവർ രാജേട്ടന് മോന് ട്യൂമറാ. ഓ രാജേട്ടന്റെ സ്ഥിതി അറിയാലോ, ഇച്ചിരി കഷ്ടാ. നമ്മൾ എന്തേലും ചെയ്യണം. ഒരു ഫണ്ട് രൂപീകരണം നടത്തണം. ഉണ്ണിയേട്ടൻ മുന്നിട്ട് നിന്നാ നടക്കും. അതെ. എന്നാ പിന്നെ വൈകിക്കണ്ട. രാജേട്ടന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബം തന്നെയല്ലേ. പിന്നെ ഒരു കാര്യം ചെയ്യാം, ആദ്യം നമ്മുടെ ഇടയിൽ നിന്ന് പിരിക്കാം. അത് കഴിഞ്ഞ് തികഞ്ഞില്ലെങ്കിൽ പുറത്തുനിന്ന്. അതെ, അത് മതി. വേറെ ആവശ്യത്തിന് വേണ്ടി വെച്ചിരുന്ന കാശാ. ഇതിനേക്കാൾ വലിയ എന്താ ആവശ്യം? പിന്നെ അല്ലാതെ. എന്റെ ഇതുള്ളൂ ഇപ്പൊ പിടിക്കണേട്ടാ. രാജേട്ടാ ദാ, പിടിക്ക്. ആ പണത്തിന്റെ കുറവുകൊണ്ട് മോൻ ഒരു ചികിത്സ കിട്ടാതെ പോകരുത്. ഇനി എത്ര വേണ്ടെന്ന് വെച്ചാല് ഞങ്ങളുണ്ടാക്കും. അതെ. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. കുറച്ച് ഓറഞ്ച്. ഇതെന്തൊരു നോട്ടം ഓടിയത്? പതുക്കെ നോക്ക്. ഇതൊന്നും അത്ര ശരിയായ കാര്യമല്ല ഉണ്ണിയേട്ടാ. നീ ഒന്ന് പിടക്കാതിരിക്കണ്ട മോളെ. ഇവരാരും ഉണ്ണിയേട്ടന്റെ സിനിമ ചെയ്യാൻ പോണില്ല. എന്നിട്ട് ഓരോരുത്തരെ സഹായിച്ചോണ്ട് നിൽക്കും. ആ സിനിമ ചെയ്യുമെന്ന് കരുതിയിട്ടൊന്നുമല്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മളങ്ങനെ ചെയ്യേണ്ടി വരും. അതിന് മാത്രമുള്ള സ്ഥിര വരുമാനം ഉണ്ണിയേട്ടനുണ്ടോ? വലുവിനും കയ്യിലെ കാശം കണ്ട് ഓരോന്നും ചെയ്യാൻ നിന്നോളും.